അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 11-ാം തീയതി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു 4-5 ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ഇതായിരിക്കും: നഖറഉൽ ഫിക്റ വനജ്ബു അനിൽ അസ്ഇലത്തിൽ ആതിയ. പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ആ പാരഗ്രാഫിന് താഴെ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 5 ചോദ്യങ്ങൾക്ക് ആ പാരഗ്രാഫിൽ നിന്ന് ഉത്തരം കണ്ടെത്തി എഴുതാനായിരിക്കും ഒന്നാമത്തെ ചോദ്യം. അതിന് നിങ്ങൾ അദവാത്തുൽ ഇസ്തിഫ്ഹാം പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 7 ക്വസ്റ്റ്യൻ വേർഡ് എന്ന് നമ്മൾ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കാണുക, കേൾക്കുക. ഒരു പാട്ട് രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എജുബോട്ടിന്റെ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാതാ എന്താ മൻ ആര്, എങ്ങനെ കൈഫ എവിടൈന, എപ്പോഴാണ് മത്താ എന്ന്, എന്താ മാക്കം എത്ര എന്ന പാട്ട് ഓർത്തുകൊണ്ട് ആ അഥവാകള്, ആ ക്വസ്റ്റ്യൻ വേർഡ്സുകള് നമ്മൾ പഠിച്ചിരിക്കണം. മറ്റൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ഹിവാറാണ്. പരീക്ഷയ്ക്ക് ഒന്നുകിൽ നമ്മുടെ ആ കൃഷി പാഠവുമായി 4-ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് ആ ഇഹ്സാനും അവൻ്റെ അധ്യാപകനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇഹ്സാനും അവൻ്റെ അബ് ആ സ്റ്റാളിലേക്ക് പോകുമ്പോൾ, ആ പ്രദർശനത്തിലേക്ക് പോകുമ്പോൾ ഇഹ്സാനും അബും തമ്മിലുള്ള ഒരു സംഭാഷണം ആ ഭാഗത്ത് നിന്ന് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. എന്തായാലും പരീക്ഷയ്ക്ക് ഒരു ഹിവാറ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. മറ്റൊന്ന് 2 പാട്ടുകൾ ഈ ഭാഗത്ത് നിന്ന്, 2 മൗലൂം ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു പാട്ട് ഒന്നുകിൽ നമ്മളെ കൊണ്ട് എഴുതാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ജംഉ വൽ മുഫ്രദ്. ജംഉകളും മുഫ്രദുകളും പരസ്പരം ചേരുംപടി ചേർക്കുവാനോ കണ്ടെത്തുവാനോ ഉള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ ഏറെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 20 വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വലതുൻ വാഹിദ്, വലദാനി ഇസ്നാനി, സലാസത്തു ഔലാദിൻ എന്ന് പറയുന്ന വലതിനെ കുറിച്ചാണെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ വരെ ബനാത്തായിരിക്കും, ബിൻതായിരിക്കും, ബിൻതാനി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ പഠിക്കണം. 11 മുതൽ 20 വരെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിൽ യാതൊരു എക്സ്ക്യൂസും പറ്റില്ല. എണ്ണത്തിന്റെ ഭാഗത്ത് നിന്ന്, അതത് മഹദൂദിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നിർബന്ധമായിട്ടുണ്ടായിരിക്കും. എന്താണ് ഹുറൂഫ് ഷംസിയ, എന്താണ് ഹുറൂഫുൽ ഖമരിയ എന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എങ്ങനെ ഹുറൂഫ് ഷംസിയയും ഹുറൂഫുൽ ഖമരിയയും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മൾ ആ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ ഏറെ സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒരു സീറത്തു ദാത്തി തന്നിട്ട്, ഒരു ജീവചരിത്രം തന്നിട്ട് അതിൽ നിന്ന് ഒരു ബയാനാത്തു ശഖ്സിയ, ഒരു ബയോഡാറ്റ നിർമ്മിക്കുവാനുള്ള ചോദ്യം 100 അല്ല, 200 അല്ല, 300% പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസ്സലാം.